ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 153 കാണ്ഡം 6 അനുവാദം 1 സൂക്തം 5. ഇതിലൂടെ നമ്മൾ നോക്കുന്നത് മുൻപ് പറഞ്ഞത് തന്നെ നമ്മുടെ നിയന്ത്രിക്കുന്ന കുറേ ബാഹ്യശക്തികളാണ്. നമ്മുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന കുറേ ശക്തികളുണ്ട്. അത് നമ്മളെ പലതരത്തിൽ സ്വാധീനിക്കുന്ന പലതരം ശക്തികളുണ്ട്. അവയിൽ ചിലതിനെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിലും അത്തരം ചില കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുവാകം 1 സൂക്തം 5. ഋഷി, അഥർവൻ, ദേവത, അഗ്നി, ഛന്ദസ്, അനുഷ്ടുപ്പ്. ഉദേനമുത്തരം നയാഗ്നേ ഘൃതേനാഹുത സമേനം വർച്ചസാ സൃജ പ്രജയാ ച ബഹും കൃധി ഇന്ദ്രേമം പ്രതരം കൃധി സജാതാനാമസത്വശീ രായസ്പോഷേണ സംസൃജ ജീവാതവേ ജരസേ നയ യസ്യ കൃന്മോ ഹവിർഗൃഹേ തമഗ്നേ നർദ്ധയാത്വം തസ്മൈ സോമോ അധി ബ്രബദയം ച ബ്രഹ്മണപതിഃ. ഭാവാർത്ഥം: ഘൃതത്താൽ അഗ്നിയെ ആഹൂതി ചെയ്യപ്പെടുമ്പോൾ ഈ യജമാനന് ഉന്നത പദവി ലഭിക്കണേ. അവന് സന്താനാദികളെയും ശരീര സൗന്ദര്യത്തെയും നൽകി അദ്ദേഹത്തെ പരിപോഷിപ്പിക്കുക. നിങ്ങളുടെ സഹായത്താൽ സമസ്തരെയും അവൻ വശീകരിക്കുകയും സ്വതന്ത്രനാവുകയും ചെയ്യട്ടെ. വൃദ്ധാവസ്ഥ വരെ ആയുസ്സും ധനവും ഇവന് നൽകട്ടെ. ഹവ്യാദികൾ അർപ്പിക്കുന്ന ഈ യജമാനൻ അഗ്നിയാൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. അവൻ സോമൻ്റെയും ബ്രഹ്മണസ്പതിയുടെയും സ്വന്തമാകട്ടെ. ഘൃതത്താൽ അഗ്നിയിൽ ആഹൂതി ചെയ്യുമ്പോൾ ഈ യജമാനന് ഉന്നത പദവി ലഭിക്കണേ. യജമാനൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലോകത്തെ ഭരണകർത്താക്കൾ എന്ന നിലയിലാക്കണം. നമ്മളെ ഭരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനത്തെ നയിച്ചു കൊണ്ടുപോകുന്നത്. അവിടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ ഭരണത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന ആ ശക്തിക്കൂടെ ഒരു നമ്മളെ നിയന്ത്രിക്കുന്നതിന് നമ്മളെ മുകളിൽ ഒരാളുണ്ട്. അതിപ്പോൾ ഏത് വ്യവസ്ഥിതി ആയാലും മനുഷ്യൻ്റെ മുകളിൽ പടിപടിയായി ചിലവരുണ്ട് ഓരോ ആളെയും നിയന്ത്രിക്കാൻ, ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ. അതിപ്പോൾ ഏത് വ്യവസ്ഥിതി ആയാലും അവിടെയുണ്ട്. ഏറ്റവും അധികം പട്ടാളച്ചിട്ടയുള്ളത് ചില രാഷ്ട്രങ്ങളിലാണ്. അത് ചിന്തിച്ചാൽ മനസ്സിലാകും. അവിടെയെല്ലാം പട്ടാളച്ചിട്ടയിലാണ് കാര്യങ്ങൾ നടപ്പാക്കുന്നത്. അപ്പം അവരിലൂടെയാണ് പുരോഗതി ഉണ്ടാകുന്നത്. അപ്പം അവരെ സഹായിക്കേണ്ട ആവശ്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ ചില ശക്തികളും ഉണ്ട്. നമ്മളെന്ന് വെച്ചാൽ എല്ലാം ഞാൻ സ്വയം തീരുമാനിക്കും. നമ്മളൊരു സമൂഹജീവിയാണ്. സമൂഹജീവിയാകുമ്പോൾ നമ്മളെ നിയന്ത്രിക്കാൻ അതിൻ്റെ മുകളിൽ വേറൊരു ശക്തി കാണും. അതിൻ്റെ മുകളിൽ ഏത് വ്യവസ്ഥിതിയായാലും അപ്പോൾ അവരാണ് നമ്മളിലൂടെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചില ഫോഴ്സുകളും അവിടെയുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടാവില്ല. മുകളിൽ MD മറ്റേ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഉണ്ടാവില്ല. ആ ഒരു ചെയിൻ തന്നെ. ഇതൊന്നും ഇല്ലാതെ സമൂഹജീവിയായ മനുഷ്യൻ ഇതൊന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കണ്ടെങ്കിൽ ഇങ്ങനെയൊരു സിസ്റ്റം എല്ലാം വേണം. അതിനാണ് ഇവിടെ യജമാനൻ എന്ന് പറയുന്നത്. അപ്പം ഘൃതത്താൽ അഗ്നിയിൽ ആഹൂതി ചെയ്യുമ്പോൾ ഈ യജമാനന് ഉന്നത പദവി ലഭിക്കണേ. അതായത് എന്തെങ്കിലും അഗ്നിയിലാണ് നമ്മൾ ആഹൂതി ചെയ്യുന്നത്. അഗ്നിയിൽ ആഹൂതി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുന്നത്? പ്രൊഡക്റ്റ് കിട്ടുന്നത്. അഗ്നിയിൽ അരിയും വെള്ളവും എല്ലാം കൊടുക്കുമ്പോഴാണ് നമുക്ക് ചോറായി കിട്ടുന്നത്. അതുമാതിരി ഒരു ഫാക്ടറിയിൽ ഊർജത്തിൻ്റെ സഹായത്താൽ ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് വസ്തുക്കളെ മാറ്റിയിട്ട് വേറൊന്നാക്കി മാറ്റുന്നത്. പാലിനെ വേണമെങ്കിൽ
നമുക്ക് ഊർജത്തിൻ്റെ സഹായത്താൽ കടഞ്ഞിട്ട് വെണ്ണയുണ്ടാക്കാം. അപ്പം അവിടെയല്ല അഗ്നിക്കാണ്, ഊർജത്തിനാണ് ഈ പാല് കൊടുക്കുന്നത്. ആ ഊർജം അതിനെ അതിനകത്തുള്ള ചില വേറെ ഫോഴ്സുകളുണ്ട്, ഇത്രം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടിയിട്ടാണ് അവിടെ ആ പാലിലെ അതിൻ്റെ ഘടനയിലെല്ലാം മാറ്റം വരുത്തിയിട്ട് അതിനെ വെണ്ണയാക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെ വലിയൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിനെ ഏകോപിപ്പിക്കുന്ന ചില സയൻസ് തത്വങ്ങളുണ്ട്. സയൻസ് അവിടെ സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെ വട്ടത്തിൽ കറക്കുമ്പോൾ ഇത് വെണ്ണയായി മാറണം എന്നുള്ള സയൻസ് തത്വം അവിടെയുണ്ട്. അതിനെ ഏകോപിപ്പിക്കാനുള്ള ശക്തികളെല്ലാം അവിടെയുണ്ട്. അപ്പോൾ അഗ്നിയിലാണ് ആഹൂതി അർപ്പിക്കുമ്പോൾ ഈ യജമാനന് ആർക്ക് വേണ്ടിയാണ്? നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന മുകളിലുള്ളവർക്കാണ് അതിൻ്റെ ഗുണം കൊടുക്കേണ്ടത്. അവരാണ് നമ്മളോട് പറയുന്നത് ഇന്ന ചെയ്തതാണ്. അപ്പം നമ്മളവർക്ക് ചെയ്തു കൊടുക്കും. അപ്പം അവർക്ക് ഉന്നതി ഉണ്ടാകണേ. അതായത് അവരാണ്, മുകളിലുള്ളവരാണ്, ബുദ്ധിമാന്മാരാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടി ജനങ്ങളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് കൂട്ടായ പ്രവർത്തനത്തിലൂടെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. അവന് സന്താനാദികളെയും ശരീര സൗകര്യത്തെയും നൽകി അദ്ദേഹത്തെ പരിപോഷിക്കുക. കാരണം അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ഭരണത്തിൻ്റെ തലപ്പത്തുള്ളവർ അവർക്ക് നല്ല സൗഭാഗ്യം ഉണ്ടാകുമ്പോൾ എന്തു പറ്റും? ആ രാഷ്ട്രത്തിന് തന്നെയാണ് അത് കിട്ടുന്നത്. ഇവിടെ സന്താനങ്ങളെ ശരീര സൗന്ദര്യത്തെല്ലാം നൽകണം എന്ന് പറഞ്ഞാൽ ആ ഭരണകർത്താക്കൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകുമ്പോൾ അവരാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അത് നമ്മളിലേക്ക് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഭരണത്തിൻ്റെ തലപ്പത്തുള്ളവർ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ പാര വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് നഷ്ടം, പുരോഗതി നശിക്കും. നേരെ മറിച്ച് അവർക്ക് വേണ്ട നല്ലൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളതിന് സഹകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് അവർക്കെന്താ ഗുണം? ഇപ്പം നാട്ടിലൊരു വലിയ റോഡ് വെട്ടുന്നെന്ന് വെച്ചോളൂ, വേണമെങ്കിൽ ചെയ്യാം. ആ റോഡ് അത് ജനത്തിന് പ്രശ്നമാണ്, അതാണെന്നുള്ള വെച്ച് പാര വെച്ചിട്ട് ആ റോഡ് വരുന്ന ഇല്ലാതാക്കാം. ആർക്കാ നഷ്ടം? ജനത്തിന് തന്നെ, അല്ലാതെ ഭരിക്കുന്ന ആ തലപ്പത്തിരിക്കുന്നവർക്കാണ്. നേരെ മറിച്ച് അവർ അതിന് ശ്രമിക്കുമ്പോൾ നമ്മൾ അതിന് ഐശ്വര്യത്തോടു കൂടി അവരെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്കതിന് ക്രെഡിറ്റ് കിട്ടുമായിരിക്കും. പക്ഷെ ഫലം കിട്ടുന്ന ആർക്ക് തന്നെയാണ്? ആ റോഡ് വന്നാൽ നമുക്കാണ്. അദ്ദേഹം ചിലപ്പോൾ അതിലൂടെ പോവുക പോലും ഇല്ല. ആ ഭരണാധികാരി അദ്ദേഹത്തെ പരിപോഷിപ്പിക്കുക. നിങ്ങളുടെ സഹായത്താൽ സമസ്തരെയും അവൻ വശീകരിക്കട്ടെ. എല്ലാം അവർ കൂട്ടായിട്ട്, അതായത് മുകളിലിരിക്കുന്ന ആ യജമാനൻ എന്ന വാക്യം ഉദ്ദേശിച്ചിട്ടുള്ള. അതുകൊണ്ട് നമ്മൾ കയറിയിട്ട് പണ്ടത്തെ അടിമയും ഉടമി ആ നിലയിലൊന്നും ചിന്തിച്ചു പോകരുത്. അതായത് എല്ലാത്തിനും മുകളിൽ ഒരാളുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൻ്റെ ആണെങ്കിൽ വീട്ടിൻ്റെ തലവനുണ്ടാവും. ആ നിലയിൽ വേണം ഇത് കാണാൻ. അതില്ലാതെ ഒരു സിസ്റ്റത്തിന് പോകാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം? സമസ്തനെയും അവൻ വശീകരിക്കട്ടെ. മറ്റുള്ളവരെയെല്ലാം വശീകരിച്ചിട്ട്, ചുറ്റുമുള്ള സമൂഹത്തിലാണ് ജീവിക്കുന്നത്, എല്ലാവരെയും വശീകരിച്ചിട്ട്, ഇപ്പോൾ ഭരണപക്ഷമാണെങ്കിൽ പ്രതിപക്ഷത്തെയും വശീകരിക്കാൻ കഴിവുണ്ടാണ്. അല്ലേ അവർ പാര വെച്ചിട്ട് തുളച്ചു തരും. പുതിയൊരു സംരംഭവുമായിട്ട് ഇറങ്ങുമ്പോൾ ഇവനങ്ങനെ നടപ്പാക്കണ്ട, നമുക്കിത് പാരയാണെന്ന് വെച്ച് പ്രതിപക്ഷം പാര വെക്കാൻ നടക്കും. അപ്പം അവരെ വശീകരിക്കാനുള്ള കഴിവും ആ യജമാനന് ഉണ്ടാകട്ടെ. അയാൾ സ്വതന്ത്രനാവുകയും ചെയ്യട്ടെ. അവർക്ക് സ്വാതന്ത്ര്യം വേണം. മുകളിലുള്ളവർക്ക് എന്തും നല്ല ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. ഒരു നല്ല പ്രൊജക്റ്റുമായിട്ട് ഭരണാധികാരികൾ വരുമ്പോൾ പാര വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെന്ത് സ്വാതന്ത്ര്യം? അപ്പം ഭരണത്തിൻ്റെ തലപ്പത്തുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ, എല്ലാവരെയും അവൻ വശീകരിച്ച് നിൽക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ, അത്തരം ഭരണാധികാരികളെ രാജ്യത്തെ ഉന്നത നിലയിലേക്ക് എത്തിക്കും. അല്ലാതെ തമ്മിൽ ഭരണാധികാരിയും പ്രതിപക്ഷമാണെങ്കിൽ ആ നാടിൻ്റെ കാര്യം കട്ടപ്പുക. വൃദ്ധാവസ്ഥ വരെ ആയുസ്സും ധനവും നൽകട്ടെ. അത്തരം ഭരണാധികാരികൾ വൃദ്ധാവസ്ഥ വരെ അവിടെ ഇരിക്കട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ഭരണാധികാരികളെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരു സ്ഥാപനത്തിനായാലും മുകളിലുള്ളവരായാലും ഭരണത്തിലുള്ളവരായാലും അത്തരമൊരു ഭരണാധികാരിയെ കിട്ടണ്ടെങ്കിൽ വളരെ പാടുപെടണം. അത് അപൂർവമായിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ആയുസ്സും
ധനവും ഇവന് നൽകട്ടെ. അവനുള്ള എല്ലാ സാമ്പത്തികം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഇതെല്ലാം അവന് നൽകട്ടെ. അവൻ എല്ലാവരെയും വശീകരിച്ച് കൊണ്ടുപോകാനുള്ള കഴിവും വേണം. അങ്ങനെയുള്ളവരെ ഭരിക്കണം, അല്ലെങ്കിൽ തലപ്പത്ത് വരണം. അവന് ആയുസ് പറയാൻ അധികാരം അങ്ങനത്തെ ആൾക്കാർക്ക് അധികാരം ഇരിക്കാൻ പറ്റില്ല, അതൊരു സത്യമാണ്. പക്ഷെ ഇവിടെ അതുകൊണ്ടാണ് അവനെ അവിടെ ഇരുത്തണം എന്ന് ആരോടാണ് പറയുന്നത്? ആ ശക്തി വിശേഷത്തോടാണ് പറയുന്നത്. അങ്ങനെ ഒരാളെ തലപ്പത്ത് കൊണ്ടുവന്ന് അവർക്ക് എല്ലാ ഐശ്വര്യവും നൽകി ലോകം പുരോഗതിയിലേക്ക് കൊണ്ടുവരണം. അവന് ദീർഘായുസ്സും നൽകണം. ഹവ്യാദികൾ അർപ്പിക്കുന്ന ഈ യജമാനൻ അഗ്നിയാൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. അവൻ ഹവ്യങ്ങളെല്ലാം അർപ്പിച്ചുകൊണ്ട് അഗ്നിക്ക്, അതായത് ഊർജം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്ത് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കും. ഊർജമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഊർജം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ശക്തിയെയും ഈ അയാൾക്ക് കീഴിലുള്ള എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം ശക്തി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ പ്രയത്നവും വിഭവങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവൻ അഗ്നിയാൽ അഭിവൃദ്ധി പ്രാകട്ടെ. ഊർജത്തിൻ്റെ സഹായത്താൽ ശക്തിയും ഊർജവും അത് പ്രയോഗിച്ചിട്ട് മാത്രമേ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അഗ്നിയാൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. അവൻ സോമൻ്റെയും ബ്രാഹ്മണസ്പതിയുടെയും സ്വന്തമാകട്ടെ. അവിടെയാണ് പ്രാധാന്യം. ഇതെല്ലാം കാലം വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. കാലമാണ് ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്തരം അവസരങ്ങളിൽ കാലം ചില വ്യക്തികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുക തന്നെ ചെയ്യും. അതാണ് മഹാഭാരത കഥയിൽ കൃഷ്ണൻ പാണ്ഡവരെ എവിടെയോ കാട്ടിലോ മറ്റോ എവിടെയോ ഒളിച്ചു കടക്കി അവിടെ ഇടിയെല്ലാം ചെയ്യുന്നവരെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ലോകത്തെ മുന്നോട്ടേക്ക് നയിച്ചു. അവിടെ കാലമാണ് കൃഷ്ണൻ. അപ്പോൾ ഇവിടെ എന്ത് പറയുന്നത്? അവൻ സോമൻ്റെയും ബ്രഹ്മണസ്പതിയുടെയും സ്വന്തമാകട്ടെ. അതായത് കാലത്തെ നിയന്ത്രിക്കുന്ന ആ ശക്തി അവൻ്റെ സ്വന്തമാകും. പാണ്ഡവരുടെ സ്വന്തമാണ് ആര്? ആ സമയത്ത് കൃഷ്ണൻ. കാലം കൃഷ്ണൻ പാണ്ഡവരോടൊത്ത് നിന്നപ്പോൾ പാണ്ഡവരുടെ സുഹൃത്തോ സ്വന്തമോ ആയപ്പോഴാണ് എന്ത് ചെയ്തത്? ലോകത്തെ മാറ്റിമറിച്ചത്. ഇത്തരത്തിൽ കാലം തന്നെയാണ് ലോകത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള സത്യമാണ് ഇവിടെ പറഞ്ഞത്. അല്ലാതെ ഒരു വ്യക്തി വിചാരിച്ച്, ഒരു ഇൻഡിവിജ്വൽ വിചാരിച്ചാൽ ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാലം അവനെ കൈപ്പിടിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഒരു സമയത്തുമ്പോൾ അത്തരം വ്യക്തികളെ അനുഭവത്തിൽ നിന്ന് പഠിച്ചുകൊണ്ട് തയ്യാറായിട്ട് മുന്നോട്ടേക്ക് വരുന്ന വ്യക്തികളെ കാലം തന്നെ കൈപിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് അവനിലൂടെ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കും.